നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. NFT പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി കേട്ടിട്ടില്ലെങ്കിൽ NFT എന്താണെന്നൊരു ഐഡിയ തരാം. NFT എന്നാൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ഡിജിറ്റൽ അസറ്റ് ആണ്. ഇപ്പോൾ ഇതൊരു ഇമേജ് ആകാം, ഒരു ട്വീറ്റ് ആകാം, ഒരു വെബ്സൈറ്റിലെ സെർട്ടൺ ടെക്സ്റ്റ് ആകാം, വീഡിയോ ആകാം, ഡിജിറ്റലി അല്ലെങ്കിൽ ഫിസിക്കലി എന്ത് വേണമെങ്കിലും ആകാം. ഉദാഹരണം പറയാം, ഇതൊരു ആർട്ടിസ്റ്റിൻ്റെ ആർട്ട് വർക്കാണെന്ന് കരുതുക. ഈ ഒരു ആർട്ട് വർക്ക് നമുക്ക് ബ്രൗസർ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലേ? എന്നാൽ ഈ ഒരു ആർട്ട് വർക്കിന് ഒരു ഓണർ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് NFT. ബേസിക്കലി ഈ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്ത ആർട്ടിസ്റ്റ് തൻ്റെ ആർട്ടിനെ ഒരു മാർക്കറ്റ് പ്ലേസിലിട്ട് ലേലത്തിന് വെക്കുകയും മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഈ ഒരു ആർട്ട് ആരെങ്കിലും വാങ്ങി ആ ഡിജിറ്റൽ ഫയലിൻ്റെ ഓണർഷിപ്പ് നേടിയെടുക്കുകയും ചെയ്യും. അതായത് വേറെ ആരൊക്കെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ NFTയുടെ ഓണർഷിപ്പ് അത് വാങ്ങിയ ആൾക്ക് മാത്രം സ്വന്തമായിരിക്കും. ഈ ഒരു ഡിജിറ്റൽ ഫയലിന് ഒരു കോഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഡിജിറ്റൽ റെപ്ലിക്കാസിൽ നിന്നും ഈ NFT വേറിട്ട് നിൽക്കും. ഇതിൽ യാതൊരു ഉടായ്പും കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ഓണർഷിപ്പ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചാണ് വെരിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ NFTയും യുണീക്ക് ആണെന്നുള്ള കാര്യം എടുത്തു പറയാം. ഒരു NFTക്ക് തുല്യം ആ ഒരു NFT മാത്രമായിരിക്കും. നോർമലി ഇങ്ങനെ വരുന്ന NFTകൾക്ക് ആവശ്യക്കാർ ഏറുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടാനും അതുപോലെ ആവശ്യക്കാർ കുറയുന്നതനുസരിച്ച് ഡിമാൻഡ് കുറയാനുമുള്ള ചാൻസ് ഉണ്ട്. NFT വാങ്ങുക, കീപ്പ് ചെയ്യുക, വിൽക്കുക എന്നിങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ NFT പർച്ചേസ് ചെയ്തിട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളൊരു വെറൈറ്റി സംഭവം പരിചയപ്പെടുത്താൻ പോവാണ്. NFT ഉപയോഗിച്ച് ക്രിക്കറ്റ് ഗെയിം കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെറ്റാ ക്രിക്കറ്റ് ലീഗാണ്. ഇത് ആദ്യത്തെ NFT ബേസ്ഡ് പ്ലേ ടു ഏൺ ക്രിക്കറ്റ് ഗെയിമാണ്. ഈ ഒരു ഗെയിമിൽ ഫിനാൻഷ്യൽ റിസ്കിനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം എടുത്തു പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ഈ ഗെയിം കളിക്കുക. ഇവരുടെ ഗെയിം കറൻ്റ്ലി ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. iOSലും വിൻഡോസിലും ഇൻവിറ്റേഷൻ ബേസ്ഡ് ബീറ്റ ടെസ്റ്റിംഗ് ആണ് കറൻ്റ്ലി നടക്കുന്നത്. ആൻഡ്രോയിഡിൽ ഇത് ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ നോർമലി ചില ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ അതിൽ ക്യാഷ് മുടക്കി സ്കിൻ പാക്സും അല്ലെങ്കിൽ ഓരോ പാക്കുകളൊക്കെ മേടിക്കാറുണ്ട് അല്ലേ? അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ 2 NFT മിനിമം വാങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു ബോളർ NFTയും ഒരു ബാറ്റ്സ്മാൻ NFTയും ആണ് നിങ്ങൾ വാങ്ങേണ്ടത്. അപ്പോൾ ഇത് ഈ ഗെയിമിൻ്റെ ഒരു മിനിമം റിക്വയർമെൻ്റ് ആണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഗെയിമിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. gem.trade എന്ന NFT മാർക്കറ്റ് പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ NFTs പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു gem.trade എന്ന മാർക്കറ്റ് പ്ലേസ് ക്രിയേറ്റ് ചെയ്തത് ഗാർഡിയൻ ലിങ്ക് എന്ന കമ്പനിയാണ്. ഗാർഡിയൻ ലിങ്ക് ഇന്ത്യയിൽ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ NFTs ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ മാർക്കറ്റ് പ്ലേസ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. ഈ MCL പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ അധികം നാളായിട്ടില്ല. ഇവർ ഡെയിലി ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗെയിം കളിക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ടൂർണമെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് $100 മുതൽ $200 വരെയൊക്കെ നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഗെയിമിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴൊക്കെയാണ് ടൂർണമെൻറ്റ് നടക്കുന്നതെന്ന്. അപ്പോൾ ഈ ടൂർണമെൻറ്റ് നടക്കുന്ന സമയം നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് ഗെയിം കളിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രാൻഡ് സ്ലാം 9 ടൂർണമെൻറ്റിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാൻഡമായിട്ടൊരു സെക്കൻഡ് പ്ലെയറിനെ ചൂസ് ചെയ്തിട്ട് ഗെയിം ആരംഭിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ബോളറിനെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗെയിമിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നത് ബാറ്റിംഗ് പാർട്ട് മാത്രമായിരിക്കും. അപ്പോൾ ബോളിംഗ് പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും. അതായത് നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ ഒപ്പോണൻറ്റ് പ്ലെയറും ഓൺലൈനിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബോളിംഗ് എന്നുള്ള പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോൾ ഈ ഒരു ഗെയിമിൽ 3 ഓവറാണുള്ളത്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഗെയിം പ്ലേ ആയിരുന്നു കേട്ടോ. നല്ല ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കളിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഗെയിം കളിച്ച് നല്ല സ്കോർ നേടിയെടുത്ത് ലീഡർ ബോർഡിൽ ടോപ്പ് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ടോപ്പ് പ്രൈസുകൾ ലഭിക്കുക. 1 മണിക്കൂറാണ് ഈ ടൂർണമെൻറ്റിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ 10 മിനിറ്റ് എടുത്തു 3 ഓവർ തീരാനായിട്ട്. അപ്പോൾ അതുപോലെ ഈ ടൂർണമെൻറ്റ് തീരുന്ന അത്രയും നേരം നിങ്ങൾക്ക് ഈ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ ഗെയിം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കളിച്ച് നോക്കിയതാണെന്ന് വേണേൽ പറയാം. എനിക്ക് 1000 GT പോയിൻറ്റ്സ് ആണ് ടോട്ടൽ ഈ ടൂർണമെൻറ്റിൽ ലഭിച്ചത്. അത് ഞാനൊരു 5-6 കളിയേ കളിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. അപ്പോൾ ടൂർണമെൻറ്റിൽ എൻ്റെ റാങ്ക് 894 ആയിരുന്നു വന്നത്. അപ്പോൾ ഇത് കണ്ടോ, മുകളിൽ 3 പേരുടെ റാങ്കിങ് കാണിക്കുന്നുണ്ട്. അവരാണ് ടോപ്പിലെത്തിയ പ്ലെയേഴ്സ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നല്ല സ്കില്ലുള്ള ആളാണ്, ഗെയിം കളിക്കാൻ സ്കില്ലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ നല്ല സ്കോർ നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ നോർമൽ ഇൻ ഗെയിം പർച്ചേസ് നടത്തുന്ന പോലെ തന്നെ ഉള്ളൂ ഇതും. പക്ഷേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാനുള്ള സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടൂർണമെൻറ്റ്സ് വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺസ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഈ NFT ഒക്കെ വാങ്ങി അതിനുശേഷം നിങ്ങൾക്ക് ഗെയിം കളിക്കാനൊന്നും താല്പര്യമില്ല, അല്ലെ സമയമില്ല എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസിലിട്ട് ഈ NFTകൾ വീണ്ടും സെല്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മേടിക്കാൻ വേറെയും ആൾക്കാരുണ്ടാവും. അപ്പോൾ NFTയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓരോ NFTയും യുണീക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എപ്പിക് സ്റ്റാൻഡേർഡ് ഉള്ളതുണ്ട്, പല സ്റ്റാൻഡേർഡ് കാണാം. അപ്പോൾ അതിൽ ഹയർ സ്റ്റാൻഡേർഡ് ഉള്ളതനുസരിച്ച് നിങ്ങൾക്ക് പ്രൈസും കൂടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോൾ
ബെനിഫിറ്റും ലഭിക്കും. ഇനി ഇവ കൂടാതെ ഒരു റെൻറ്റിംഗ് ഓപ്ഷൻ ഈ ഗെയിമിൽ വരാൻ പോകുന്നുണ്ട്. നമുക്കിതിൽ കമ്മിങ് സൂൺ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് NFTs പർച്ചേസ് ചെയ്യാതെ തന്നെ റെൻറ്റിന് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു മെറ്റാ ക്രിക്കറ്റ് ലീഗിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും മാർക്കറ്റ് പ്ലേസിൻ്റെ ലിങ്കും നമ്മുടെ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി നോക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്തോളം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.